അമേരിക്കൻ മണ്ണിൽ ജീവിക്കുമ്പോഴും താൻ ജനിച്ച നാടിൻ്റെ ഓർമ്മകളും സംസ്കാരവും അടുത്ത തലമുറയിലേക്ക് ഒരു കെടാവിളക്കായി കൈമാറാൻ ശ്രമിക്കുന്ന ഒരു പ്രവാസി മലയാളിയുടെ ആത്മസംഘർഷങ്ങളുടെ കഥ. ഭൂതകാലത്തിൻ്റെ മുറിവുകളും വർത്തമാനകാലത്തിലെ സമ്മർദ്ദങ്ങളും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒരു ഓണാഘോഷ വേദിയിൽ ഒന്നിക്കുമ്പോൾ അകന്നുപോയ ഹൃദയങ്ങൾക്കിടയിൽ പുതിയ സ്നേഹബന്ധങ്ങളുടെ പാലങ്ങൾ പണിയപ്പെടുന്നു. നായകനായ ജയകൃഷ്ണന്റെ തൊഴിൽപരവും വ്യക്തിപരവുമായ സംഘർഷങ്ങളും അപ്രതീക്ഷിതമായി അരങ്ങേറുന്ന വികാരങ്ങളുടെയും നവരസങ്ങളുടെയും ഒരു ദൃശ്യാവിഷ്കാരം. നമുക്കിന്നിത് ഒരു ആഘോഷം മാത്രമല്ല, നമ്മുടെയെല്ലാം സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരം കൂടിയാണ്. നിർത്ത്, മതി നിന്റെ ഈ ഷോ. അമ്മ, ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഇല്ല അമ്മ, ജേട്ടൻ എണീറ്റിട്ടില്ല. കുറെ നാളെ ഏതോ കമ്മ്യൂണിറ്റി സെന്ററോ കമ്മ്യൂണിറ്റി ഹാളോ ഉണ്ടാക്കുന്ന ടെൻഷനിലാ. Ma, I'm asking you about this design. ആ അമ്മ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. സോറി മോളു. How is it? I don't know അമ്മു. ഗുഡ് മോർണിംഗ്. ആ ദേ അച്ഛൻ വന്നല്ലോ. Ask him. ചേട്ടാ, ഞാൻ ചായ എടുക്കാം. It's your new design? Nice. ദേ ചായ. ഓരോ പ്രവാസിയും ഉള്ളിലൊരു ശൃംഗാര കാവ്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. താൻ വിട്ടുപോന്ന ഓർമ്മകളിലെ പച്ചപ്പുള്ള നാടിനോടുള്ള പ്രണയം, ഒപ്പം തന്നെ സ്വീകരിച്ച അവസരങ്ങൾ നൽകിയ ഈ പുതിയ മണ്ണിനോടുമുള്ള പ്രണയം. ഈ രണ്ട് പ്രണയങ്ങളെയും ഒരേ നൂലിൽ കോർത്തെടുക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ഞങ്ങൾക്ക് ഓണപ്പാലം. നമ്മുടെ വേരുകൾ ഈ മണ്ണിൽ ആഴ്ന്നിറങ്ങുമ്പോഴും ആ വേരുകൾക്ക് ഊർജം നൽകുന്ന നമ്മുടെ കേരളത്തെ മറക്കാതിരിക്കുവാനുള്ള ഒരു ശ്രമം. Hey Brian, good morning. Hey Jay, good morning. I need to get to another meeting, so let me get straight to the point. What is the status of our infrastructure project? We are waiting for the response from few vendors. I've sent you the latest status update last week. We are way behind schedule. The client is not at all happy with the current progress. Jay, you are the one who is leading this project. The whole team is depending on you. So far with the progress, I have not seen your proper leadership. Get this done on time. Make sure you get this straightened out within the next week. Otherwise, this whole thing will be off. I need solutions and not just excuses. Okay? Yes, Brian. I understand your concerns. I will follow up and take care of it. ആ സന്തോഷേ, ചായക്ക് മധുരം ഓക്കെ ആണോ? മധുരമുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാമോ ഒരു കാര്യം? വിളിച്ചേട്ടാ, അതെന്നാ സംഭവം? നമ്മുടെ സന്തോഷും എൻ്റെ മോനും കൂടെ സ്റ്റാർബക്സിൽ പോയ ഒരു കഥ പറയുമായിരുന്നു. സ്റ്റാർബക്സിൽ ചെന്നിട്ട് കൊച്ചിനോട് ചോദിക്കുക, എനിക്കൊരു വിത്തൗട്ട്. ആ കൊച്ച് അന്തം വിട്ട്
ഞെട്ടി വിത്തൗട്ട് ചോദ്യം. ഒരളഞ്ഞ തമാശ. എന്റെ പിള്ളച്ചേട്ടാ, നിങ്ങളുടെ ചായപുരാണം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കായിരുന്നു. പുള്ളി ചൂടാവുന്നു. വാ, എല്ലാരും വാ. ജയ, നീ തുടങ്ങിക്കോ. So everybody settled? Let's get into Onam 2025 planning. So the total estimated cost is around $400,000. $400,000? ജയ, നിനക്ക് വല്ല യാഥാർത്ഥ്യ ബോധവും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം ബഹുഭൂരിപക്ഷവും മിഡിൽ ക്ലാസ്സുകാരാണ്. അല്ല നാട്ടിലെ പോലെ ബ്ലാക്ക് മണി എറിഞ്ഞ് ആൾ കളിക്കാൻ വന്നവരൊന്നും അല്ല. മെഡിക്കെയറും സോഷ്യൽ സെക്യൂരിറ്റി ടാക്സും ഒക്കെ പിടിച്ചിട്ട് എണ്ണി ചുട്ട അപ്പം പോലെ കിട്ടുന്ന സാലറിന്ന് എടുത്ത് വേണം ഓരോരുത്തരും നിന്റെ ഈ പ്രോജക്റ്റിനൊക്കെ പൈസ ഇടാൻ. ഇത് അൺനെസറി ആയിട്ടുള്ള ദൂർത്താണ്. ഞാൻ ഇതിന് കൂടി നിൽക്കില്ല. Hey Rajan, cool down. A community center boosts our community's profile. എൻ്റെ റിയൽറ്റി ബിസിനസ് ടൈറ്റിൽ സ്പോൺസർ ആവുന്നതിന് ഇതൊരു ഹൈ വാല്യൂ പ്രോജക്റ്റ് ആയതുകൊണ്ടാണ്. ഷൈനി ഇത് എന്തറിഞ്ഞിട്ടാ? ഇവൻ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ മ്യൂസിക്കൽ നൈറ്റിൻ്റെ ഓർക്കസ്ട്രാക്കാർക്ക് രാത്രി ഞാൻ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമായിരുന്നു. കടം വാങ്ങിച്ച് ഓണം ആഘോഷിക്കുന്നതിനോടും കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിനോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. രാജ, ഇത് നമ്മൾ കളയുന്ന പൈസയല്ല. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഓണം എന്താണെന്നും നമ്മുടെ സംസ്കാരം എന്താണെന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിക്ഷേപമാണ്. ജയ, ഞാൻ പറഞ്ഞല്ലോ, കടം വാങ്ങി ഓണം ആഘോഷിക്കാൻ എന്നെ കിട്ടില്ല. നമ്മുടെ ഒരുമ കാണിക്കാൻ ഒരു പോട്ട്ലക്കായാലും മതി. അല്ലാതെ കുറെ അമേരിക്കക്കാരെ കാണിക്കാനുള്ള നിന്റെ ഈ പ്രഹസനത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. അപ്പൊ ശരി ചേട്ടാ, ആ സുഖാണോ? അതെ, ഓണത്തിന്റെ കിറ്റ് എവിടെയാ? അത് ആ ബാക്കിലുണ്ട്, താങ്ക്സ്. മൂന്നാമത്തെ. ജയ, എന്നൊക്കെയുണ്ട് വിശേഷം? ഹലോ അമ്മ. ഹലോ ഹലോ മോനെ ജയ, ഞാൻ രമേശ് ചേട്ടനാണ്. ഞാൻ അമ്മയുടെ അടുത്തുണ്ട്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. നീ പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. പിന്നെ അമ്മയെ ചേട്ടാ, ഹലോ, എന്താ എന്താ പറ്റി? ഐ ഓക്കെ? ഹലോ ഹലോ ഹലോ, എന്താ? ഹലോ, ചേട്ടാ, ചേട്ടാ, രമേശ് ചേട്ടൻ വിളിച്ചിരുന്നു. നമുക്ക് പോവാം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ചേട്ടാ, അന്ന് രാത്രി ഞാൻ ഏറ്റവും ഭയന്നത് മരണത്തെയല്ല, ജീവിതത്തെയായിരുന്നു. എല്ലാ മേഖലകളിലും തോറ്റുപോയ ഒരുവൻ്റെ ജീവിതം. നാട്ടിൽ അച്ഛൻ, ഇവിടെ കുടുംബം, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം കൈവിട്ടു പോകുമോ എന്ന ഭയം എന്നെ ശ്വാസം മുട്ടിച്ചു. Hey dear, hey, how's it going? it's just sad, Rahul. Ego, groupism.
They always talk about our culture, പക്ഷേ അവരിപ്പോൾ പാസ് ഓൺ ചെയ്യാൻ നോക്കുന്നത് അവരുടെ പഴയ grudges and egos ആണ്. It's disappointing. ഓണത്തിൻ്റെ പേരിൽ we're trying to unite, but seeing all of this, I feel disconnected. അച്ഛനെത്ര കഷ്ടപ്പെടുക. He's trying to build bridges and they're burning it down. Oh dear. Maybe the culture they are trying to bring over, it's not perfect. For what culture is, they all got its own aspects about them. We're the ones in the middle. It's up to us to decide what we should keep and what we should get rid of. Instead of criticizing from a distance, you could be the change and join in. You study architecture. You know how to build a bridge. Why not build one here? Metaphorically. By the way, when is the Onam program? This coming weekend, Saturday. Alright, I'll see you there. See ya. ഹൃദയത്തിൻ വെളിച്ചം നീ, എന്നാത്മാവിൻ താളം നീ, വാത്സല്യം നിറയും തണലായി നീ, നിലയ്ക്കാത്തൊരൊഴുക്കായി നീ. പിടിച്ചിൻ്റെ വഴികളിൽ നീ, എൻ്റെ ലോകം നീ മാത്രമായി. കൈ പിടിച്ചിൻ്റെ വഴികളിൽ നീ, എൻ്റെ ലോകം നീ മാത്രമായി. അമ്മ, അച്ഛൻ കണ്ണു തുറന്നടാ, സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞത് 2-3 ദിവസം റെസ്റ്റ് വേണം എന്നാണ്. എന്തായിരുന്നാലും ദൈവം കാത്തു. ആശ്വാസമായി. ഞാൻ അഞ്ജലി ഒന്ന് വിളിക്കട്ടെ? ആ മോനെ, അഞ്ജലി എന്നെ വിളിച്ചിരുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്ക്, നമ്മൾ തോക്കുന്നത് നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാത്തപ്പോഴല്ല, അതിന് ശ്രമിക്കാതെ ഇരിക്കുമ്പോഴാ. നിനക്കറിയാലോ, നിന്റെ അച്ഛൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരാളാ. നീ അദ്ദേഹത്തിന്റെ മോനാടാ. ആ നീ ഒരിക്കലും തളരരുത്. ഏൽപ്പിച്ച ജോലി നീ പൂർത്തിയാക്ക്. ശരിയമ്മ, ഞാൻ വിളിക്കാം. പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ചിലപ്പോൾ നമ്മുടെ കാലിടറും. ഓർമ്മകളുടെ തീരവും സ്വപ്നങ്ങളുടെ ലോകവും തമ്മിലുള്ള വഴി നഷ്ടപ്പെടും. പക്ഷേ തളർന്നു വീഴുന്ന ഓരോ നിമിഷത്തിലും കടലിനക്കരെ നിന്നൊരു സ്നേഹത്തിൻ്റെ വിളി നമ്മളെ തേടിയെത്തും. നമ്മൾ ഒറ്റയ്ക്കല്ലെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അമ്മയുടെ ആ വാക്കുകൾ ഒരു പാലം പണിയുകയായിരുന്നു. തകർന്നു പോയ എൻ്റെ മനസ്സിനെയും ഞാൻ ഏറ്റെടുത്ത സ്വപ്നങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന്. ആ പാലം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ ജയകൃഷ്ണൻ. നമുക്കിന്നിത് ഒരാഘോഷം മാത്രമല്ല, നമ്മുടെയെല്ലാം സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരം കൂടിയാണ്. നിർത്ത്, മതി നിന്റെ ഈ ഷോ. സാക്ഷാത്കാരം
എന്താ എന്താ പ്രശ്നം? എന്താ? ഇല്ല അങ്ങനെ ഇവിടെ ഒരാൾ മാത്രം തീരുമാനിച്ച കാര്യം നടത്താം. നമുക്ക് ജയം പറയുന്നത് കേൾക്കാം. അതെ, ഇല്ല അവൻ ആരുടെ അപ്രൂവലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ഒരാളുടെ തീരുമാനത്തിൽ ഷോ നടത്താൻ പറ്റുമോ? ഇല്ല നിങ്ങൾ കയ്യിൽ വിട്, ഞാൻ നോക്കട്ടെ. അങ്ങനെ ഒരാൾ മാത്രം ഇവിടെ ഷോ നടത്തുക, ബാക്കി ആർക്കും ഇവിടെ ഒരു വിലയില്ല. അവർക്കൊന്നും ഇതിന്റെ ഫുൾ പിക്ചർ അറിഞ്ഞൂടല്ലോ. ഇത് കമ്മിറ്റിയിലുള്ള ആരെങ്കിലും ഇത് അപ്രൂവ് ചെയ്തോ? ഇത് ഒരു തീരുമാനമില്ലാതെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും രാജ്യം നമുക്ക് സംസാരിച്ച് തീർക്കാമല്ലോ. തൽക്കാലം ഈ പ്രോഗ്രാം നടക്കട്ടെ. ഇല്ല അത് ശരിയാകത്തില്ല. What's happening here? Stop it, uncle. Please stop it. What are y'all doing? Fighting over your egos? You know what? Ende grandpa Natal, he's struggling for his life. And my dad here, he's trying to help our community. ഈ കമ്മ്യൂണിറ്റി സെന്റർ എൻ്റെ അച്ഛൻ്റെ മാത്രം സ്വപ്നമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാകണം. മോളെ, നീ പറഞ്ഞത് ശരിയാ. രാജാ, നീ കേൾക്ക്. നിന്റെ ദേഷ്യം എനിക്കറിയാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ നാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ഗജാഞ്ചിയായിരുന്നു ഈ രാജൻ. അന്ന് ഒപ്പം ഉണ്ടായിരുന്ന ഒറ്റ സുഹൃത്ത് കണക്കിൽ തിരിമറി കാണിച്ച് ഒരു വലിയ തുകയുമായി മുങ്ങി. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ കള്ളനായതും ഒറ്റപ്പെട്ടതും ഈ പാവൻ രാജനാണ്. അന്നു മുതൽ പണം ഉൾപ്പെടുന്ന ഒന്നിനെയും ആരെയും ഇവന് വിശ്വാസമില്ല. അവന്റെ ഈ ദേഷ്യത്തിന് പിന്നിൽ ഒരു വലിയ വേദനയുണ്ട്. വീണ്ടും ചതിക്കപ്പെടുമോ എന്നുള്ള വല്ലാത്ത ഒരു ഭയം. രാജാ, നിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പോലെ ഇന്നു മുതൽ ഇവരെല്ലാവരും മനസ്സിലാക്കുന്നു. അതുപോലെ ഇത്രയധികം പ്രതിസന്ധികളിലും തളരാതെ നിന്ന ജയ, നീ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. സാരമില്ല ചേട്ടാ, എനിക്ക് മനസ്സിലാകും. നമ്മളെല്ലാം മനുഷ്യരല്ലേ. എന്താ വിജയ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്ന് നമ്മൾ തന്നെ പിന്നീട് പറയില്ലേ. നമ്മുടെ പേടികളല്ല, സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഈ ഓണപ്പാലം ഒരു സങ്കല്പം മാത്രമല്ല, നമ്മൾക്കിടയിലുള്ള വിശ്വാസത്തിൻ്റെ പാലമാണ്, സ്നേഹത്തിൻ്റെ പാലമാണ്. അതിന് ഇന്ന് എൻ്റെ മകൾ, നമ്മുടെ പുതുതലമുറ ആദ്യത്തെ കല്ലിട്ടിരിക്കുന്നു. ഇനി നമുക്കതൊരുമിച്ച് പണിതുയർത്താം. നില്ല, നിങ്ങൾ രണ്ടുപേരും ആ കൈയൊന്ന് കൊണ്ടുവന്നേ. അപ്പം എല്ലാം ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ?